Anwer ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്ത് ക്യാപ്സ്യൂളിലെ അടുത്തൊരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. എക്സാമിന് ഒരു 12-13 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ് ഇത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് നമ്മുടെ ഈ സോളിഡ് അല്ലെങ്കിൽ ഘനരൂപങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു പാർട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത് ഇതിൽ ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇക്വേഷൻസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്. സോ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇനിയും എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണം അതിൻ്റെ കൂടെ പ്രസ് ചെയ്യാം. നമ്മൾ ഈ കഴിഞ്ഞ ഈ ഒരു 2-3 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു റിവിഷൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങളത് കൃത്യമായിട്ട് കാണും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്കത് ഓർത്തെടുക്കാനും കഴിയുള്ളൂ. ഇല്ലെങ്കിൽ വെറും ബൈഹാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യും, മറന്നു പോകും. സോ നമ്മൾ കണക്ട് ചെയ്യുക, എല്ലാ ഇക്വേഷൻസും നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പലപ്പോഴും പല കുട്ടികളും പറയാനുള്ള ഏറ്റവും പ്രയാസം തോന്നുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഈ ഒരു സോളിഡ്സ് അല്ലെങ്കിൽ ഒരു ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠം എന്നൊക്കെ പലരും പറയാറുണ്ട്. ഈ ഒരു കാരണം ഒരുപാട് ഇക്വേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏത് ഇക്വേഷനാണ് സാറേ ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് അറിയില്ല, ഏതാണ് ഉപയോഗിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്, ഇതൊക്കെ പ്രയാസം പറയാറുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സോ കൃത്യമായിട്ട് ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കൃത്യമായി എഴുതി ഇക്വേഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് ആ ഒരു കണക്ട് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. സോ നമുക്ക് ഇനി ഇതിലുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റും ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഡിസ്കസ് ചെയ്യാം ചില കാര്യങ്ങൾ. ഇതിൽ ആദ്യം ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന ചില രൂപങ്ങളുണ്ട്. ഈ രൂപങ്ങൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ രൂപങ്ങൾ സ്തംഭങ്ങളാണ്. ഇവിടെ നമ്മൾ സ്തംഭങ്ങൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. സ്തംഭങ്ങൾ അതേപോലെ വൃത്തസ്തംഭം, ചതുരസ്തംഭം, ത്രികോണസ്തംഭം, ഇങ്ങനെയുള്ള ആ ഒരു ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ഇവിടെ സ്തൂപങ്ങളാണ്. സ്തൂപങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിങ്ങനെ ഒരു ശീർഷം ഉണ്ടാവും, അതിന് ഓക്കെ, ഇങ്ങനെ ഒരു അപ്പെക്സ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള രൂപങ്ങളാണ് നമ്മൾ എന്ത് പറയാം, സ്തൂപങ്ങൾ എന്ന് പറയാം. സോ ഞാൻ അതിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പിരമിഡ്സ് എന്ന് പറയാം. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമചതുര സ്തൂപിക എന്ന് പറയും. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഇവിടെ ഒരു സമചതുര സ്തൂപികയുടെ ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ പിരമിഡ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സോ ഇതിലെ ഓരോ ഭാഗങ്ങളും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ എന്ന് പറയുന്നത് പാദവക്കാണ്, അതായത് ബേസ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് എഡ്ജ് ആണ് BE എന്ന് പറയുന്നത്. സോ ഈ ഒരു നീല നിറത്തിൽ ഞാൻ എടുത്ത് L ആണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ്. L എന്ന് പറഞ്ഞാൽ ചെരിവുയരാണ്, ചെരിവുയരം. ഈ ഒരു ഭാഗം ചെരിവുയരം. പിന്നെ E എന്ന് പറയുന്നത് പാർശ്വവക്ക് എന്നുള്ളതാണ്. സോ ഈ ഒരു അതിന്റെ വക്കുകളുടെ പറയുന്ന പേരാണ് പാർശ്വവക്ക്, അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ് എന്ന് പറയും. പിന്നെ ഈ H എന്ന് പറഞ്ഞാൽ ആ സ്തംഭത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പിരമിഡിന്റെ ടോട്ടൽ ഉയരത്തിനെയാണ് നമ്മൾ എന്ത് പറയാം, H എന്ന് പറയാം. സോ ഈ ഒരു പ്രധാനമായിട്ട് 4 ടേംസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഇനി അതേപോലെ തന്നെ ഇതിലെ ഇക്വേഷൻസ് അല്ലെ, ആദ്യം LSA എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2AL എന്ന് പറയാം. 2 × A എന്ന് പറഞ്ഞാൽ എന്താണ്, പാർശ്വവക്കാണെങ്കിൽ ബേസ് എഡ്ജ്, പാർശ്വപരപ്പളവാണ് 2AL എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബേസ് ഏരിയ, അതായത് പാദപരപ്പളവ് എന്ന് പറയുന്നത് A², കാരണം ഇവിടെ ഒരു സമചതുരാണ്. സമചതുര ആയതുകൊണ്ട് സമചതുരത്തിന്റെ പരപ്പളവ്. ചില സമയത്ത് നമുക്ക് വികരണം തന്നിട്ടുണ്ടാവും, വികരണമായിരിക്കും തന്നിട്ടുണ്ടാവും. അപ്പോൾ വികരണമാണ് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും, വികരണം ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ഡയഗണൽ ഉപയോഗിച്ചുകൊണ്ടാണ് d²/2 എന്നായിട്ട് അത് മാറും. ഓക്കെ, മറന്നു പോകരുത്. നെക്സ്റ്റ് TSA, ടോട്ടൽ സർഫസ് ഏരിയ, അല്ലെങ്കിൽ ആകെ പരപ്പളവ് എന്ന് പറയും അല്ലെ, അതാണ് ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദപരപ്പളവും പാർശ്വപരപ്പളവും കൂട്ടിയതാണ്. അതായത് ബേസ് ഏരിയയും അതേപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയയും തമ്മിൽ ആഡ് ചെയ്തതാണ് എന്ത്, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അത് ഞാൻ എഴുതുന്നു A² +
2al എന്ന് പറയുന്നതാണ് ആകെ പരപ്പളവ്. നെക്സ്റ്റ് വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഓക്കെ, സ്ക്വയർ പിരമിഡിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം, സമചതുര സ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1/3a² × h എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്, രണ്ട് അളവുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഒരു അളവ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇയും എയും തന്നു, അതായത് പാദവക്കും പാർശ്വവക്കും തന്നു, നമ്മളോട് ചെരിവ് ഉയരം കാണാൻ പറഞ്ഞു. അതായത് ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും തന്നു, എന്നിട്ട് നമ്മളോട് പറഞ്ഞു എന്ത്, സ്ലാൻഡ് ഹൈറ്റ് കാണാൻ പറഞ്ഞു. സോ നമുക്കറിയാം ഇതൊരു പൈതഗോറസ് ഒരു ഇക്വേഷൻ. പലപ്പോഴും സാർ ഇതിൽ ഏത് ഉപയോഗിക്കണം എന്ന് അറിയില്ല, കൺഫ്യൂഷൻ ആണെന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗർ ആണ് നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത്. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്, ഈ ഒരു കളറിൽ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരുന്നുണ്ട്. സോ പൈതഗോറസ് തിയറം ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഒരു 90 ഡിഗ്രി വരുന്നുണ്ട്, ഇവിടെ ഒരു 90 ഡിഗ്രി വരുന്നുണ്ട്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലും ഇയും എച്ചും ഒക്കെ എയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോണ് എന്ന് പറയും. കോണിൽ നമ്മൾ പ്രധാനമായിട്ട് എങ്ങനെയാണ് നമുക്കൊരു കോണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൃത്തസ്തൂപിക നമുക്ക് എങ്ങനെ ലഭിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം അറിയണം. അതായത് ഒരു വൃത്തത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വൃത്താംശത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സെക്ടർ മടക്കിയിട്ടാണ് റോൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു കോണ് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു വൃത്തസ്തൂപിക നമുക്ക് ലഭിക്കുന്നത്. സോ ആ ഒരു ഓർമ്മ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ഒരു വൃത്തത്തിന്റെ ആരത്തിനാണ് ക്യാപിറ്റൽ L എന്ന് പറയുന്നത്, ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ വൃത്തത്തിന്റെ അല്ലെങ്കിൽ ആ വൃത്താംശത്തിന്റെ റേഡിയസ് ആണ് അത്, അല്ലെങ്കിൽ ആരമാണ്. അതായത് വലിയ ആ ഒരു വൃത്തത്തിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയസിനെയാണ് നമ്മൾ R എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിന്റെ റേഡിയസിനെയാണ് നമ്മൾ എന്ത് പറയാം, R എന്ന് പറയാം. സോ ക്യാപിറ്റൽ R. ഈ x ഡിഗ്രി എന്ന് പറയുന്നത് ആ സെക്ടറിന് അല്ലെങ്കിൽ ആ വൃത്താംശത്തിന് ഒരു കേന്ദ്രകോൺ ഉണ്ടാവും, ആ കേന്ദ്രകോണാണ് x ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭാഗം മടക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊന്ന് റോൾ ചെയ്തുകൊണ്ടാണ് ഞാൻ എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ കോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കോണിന്റെ ആരം, ഈ R എന്ന് പറയുന്നത് എന്താണ്, ഈ വൃത്തസ്തൂപികയുടെ പാദ ആരമാണ്, ബേസ് റേഡിയസ് ആണ് ഈ R എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ R. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, സ്ലാൻഡ് ഹൈറ്റ് തന്നെയാണ്, ചെരിവ് ഉയരം തന്നെയാണ്, അതും അവിടെ തന്നെ അതേ ലെറ്റർ തന്നെയാണ്. H എന്ന് പറയുന്നത് അതിന്റെ ഉയരമാണ് എന്നുള്ളതാണ്. സോ ഈ ഒരു സ്തൂപികയുടെ അല്ലെങ്കിൽ ഈ ഒരു പിരമിഡ് അല്ലെങ്കിൽ കോണിന്റെ ഉയരത്തിനെ നമ്മൾ H എന്ന് പറയും. സോ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വൃത്തസ്തൂപികയുടെ ഈ ഒരു ചെരിവുയരം വന്നിട്ടുള്ളത് എങ്ങനെ വന്നിട്ടുള്ളതാണ്, ഈ ഒരു വൃത്താംശത്തിന്റെ ആരം എന്തായിട്ട് വരികയാണ്, വൃത്തസ്തൂപികയുടെ ചെരിവുയരമായിട്ട് വരികയാണ്. അതായത് ഈ ഒരു സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് കോണിന്റെ എന്തായിരിക്കും, സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. സോ ഇത് ആദ്യം നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, ക്യാപിറ്റൽ R = L. അതായത് വൃത്താംശത്തിന്റെ ആരം സമം എന്ത്, വൃത്തസ്തൂപികയുടെ ചെരിവുയരം, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി സെക്ടർ ഈസ് ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ എന്ന് നമ്മൾ ഓർമ്മ ഉണ്ടാവണം. ഒരു കാരണവശാലും നമ്മൾ അത് മറന്നു പോകരുത്. പിന്നെ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ രണ്ട് അളവുകൾ തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയുന്നതാണ്. അതേപോലെ തന്നെ R എന്ന് പറയുന്ന വൃത്താംശത്തിന്റെ ആരമാണ്, റേഡിയസ് ഓഫ് ദി സെക്ടർ ആണ്. X എന്ന് പറയുന്ന കേന്ദ്രകോണ സെൻട്രൽ ആംഗിൾ ആണ്. അതേപോലെ H എന്ന് പറയുന്നത് ഉയരമാണ്, R എന്ന് പറയുന്നത് പാദ ആരമാണ്, L എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, R divided by capital R is equal to x/360. അതായത് വൃത്തസ്തൂപികയുടെ ആരത്തിനെ വൃത്താംശത്തിന്റെ ആരത്തിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, കേന്ദ്രകോണ് ഡിവൈഡ് ബൈ 360. അതായത് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് പറയുന്നത്. സോ നമ്മളോട് പലപ്പോഴും ചോദിക്കും, വൃത്താംശത്തിന്റെ ആരവും അതേപോലെ തന്നെ കേന്ദ്രകോണം തന്നിട്ട് ഇത് മടക്കിക്കൊണ്ട് ഞാനൊരു വൃത്തസ്തൂപിക ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വൃത്തസ്തൂപികയുടെ പാദ ആരം എത്ര എന്നുള്ളതൊക്കെ, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. സോ ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഉപകാരപ്പെടും. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഏതിന്റെ ബേസ് ഏരിയ, ഈ ഒരു കോണിന്റെ അല്ലെങ്കിൽ വൃത്തസ്തൂപികയുടെ ബേസ് ഏരിയ അല്ലെങ്കിൽ പാദ പരപ്പളവ് എന്ന് പറയുന്നത് πr² ആണ്. കാരണം ഇവിടെ ഒരു വൃത്തമാണ് വന്നിട്ടുള്ളത്. സോ വൃത്തത്തിന്റെ പരപ്പളവ് πr² ആണ്. പിന്നെ CSA എന്നായി, കാരണം കർവ്ഡ് ആണ്, ലാറ്ററൽ അല്ല, കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് നമ്മൾ അതിന് പറയാം. അതേപോലെ ഇതിനെ നമ്മൾ പറയുന്ന വക്രപരപ്പളവ് എന്നാണ്. ഈ ഒരു ഭാഗത്ത് മാത്രം, ക്യാപ്പ് ആണെങ്കിൽ തൊപ്പി പോലുള്ള ഭാഗത്തിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കർവ്ഡ് സർഫസ് ഏരിയയാണ് വരിക, അല്ലെങ്കിൽ വക്രപരപ്പളവ്, അതാണ് πrl എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന ടോട്ടൽ സർഫസ് ഏരിയ TSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr × L + R എന്നുള്ളതാണ്. അതൊരു ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ വ്യാപ്തം എന്ന് പറയുന്നത് 1/3 πr² × H. അതായത് വൃത്തസ്തംഭത്തിന്റെ
വ്യാപ്തത്തിന്റെ 1/3 മടങ്ങാണ് എന്ത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത്. അതായത് സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ആണ് ആര് വോളിയം ഓഫ് ദി കോൺ എന്ന് പറയുന്നത്. സോ അത് ഓർമ്മ ഉണ്ടാവണം, പലപ്പോഴും എക്സാമിന് അത് ചോദിക്കാറുണ്ട്. സോ ഇതാണ് നമ്മൾ കോണുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. അടുത്തത് നമ്മുടെ ഗോളമാണ് അല്ലെങ്കിൽ സ്ഫിയർ ആണ്. ഗോളവും അതേപോലെ അർദ്ധഗോളവും, അതായത് സ്ഫിയറും ഹെമിസ്ഫിയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 4/3 πr³. ഈ r എന്ന് പറയുന്നത് ഈ ഒരു ഗോളത്തിന്റെ ആരത്തിനാണ്, ഇപ്പോൾ r എന്ന് പറയുന്നു. സോ അതേപോലെ തന്നെ അർദ്ധഗോളത്തിൻ്റെതാകുമ്പോൾ അതേപോലെ തന്നെ അർദ്ധഗോളം ആകുമ്പോൾ v is equal to 2/3 πr³. അതായത് സ്ഫിയറിന്റെ വോളിയത്തിന്റെ പകുതിയായിരിക്കും ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ പകുതിയാണ് അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് അതിന്റെ ടി എസ് എ എന്ന് പറയുന്നതും കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നതും അല്ലെങ്കിൽ വക്ര പരപ്പളവും ഉപരിതല പരപ്പളവും ആർക്ക് ഒന്ന് തന്നെയാണ്, ഗോളത്തിന് അല്ലെങ്കിൽ സ്ഫിയറിന് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ TSA is equal to 4 πr² ആണ്. അതേപോലെ തന്നെ ഹെമിസ്ഫിയറിന് TSA ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ടാവും, ബേസ് ഏരിയ ഉണ്ടാവും, കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടാവും, അല്ലെങ്കിൽ വക്ര പരപ്പളവ് ഉണ്ടാവും, പാദ പരപ്പളവ് ഉണ്ടാവും, ആകെ പരപ്പളവ് ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ 2 πr² എന്ന് പറയുന്നതാണ് വക്ര പരപ്പളവ്. അതേപോലെ തന്നെ പാദ പരപ്പളവ് എന്ന് പറഞ്ഞാൽ πr² ആണ്. TSA എന്ന് പറഞ്ഞാൽ ആകെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 3 πr² ആണ്. ഈ ഇക്വേഷൻ നമ്മളെ കൃത്യമായി നമ്മളെ മനസ്സിൽ ഉണ്ടാവുക, അതാണ്. അതുപോലെ തന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വലിയ രൂപം ഉരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വേറൊരു രൂപത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണം എത്രയായിരിക്കും, ഇതിൽ നിന്ന് എത്ര എണ്ണം കിട്ടും എന്നൊക്കെ ചോദിച്ചു. ചില സമയത്ത് ചോദിക്കും, ഒരു വലിയ ഗോളം അല്ലെങ്കിൽ വലിയൊരു സ്ഫിയർ മെൽറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഗോളങ്ങളാക്കി മാറ്റി, ചെറിയ ചെറിയ സ്ഫിയേഴ്സ് ആക്കി മാറ്റി, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര സ്ഫിയേഴ്സ് അതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ഗോളങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാം എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരും. ആ ഒരു സമയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ചെറിയ രൂപത്തിന്റെ എണ്ണം എന്ന് പറയുന്നത്. അതായത് സ്മോൾ പിരമിഡിന്റെ എണ്ണം എന്ന് പറയുന്നത്, നമ്പേഴ്സ് എന്ന് പറയുന്നത് വലുതിന്റെ വ്യാപ്തത്തിനെ നമ്മൾ ചെറുതിന്റെ വ്യാപ്തം കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ലാർജ് പിരമിഡിന്റെ വോളിയത്തിനെ ഞാൻ സ്മോൾ പിരമിഡിന്റെ വോളിയം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ എണ്ണം കിട്ടും. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവണം പഠിക്കുന്ന സമയത്ത്, അതേപോലെ എക്സാമിന്റെ സമയത്ത്. ഇനി അതേപോലെ തന്നെ ഇതിൽ നമ്മൾ കൂടെ പഠിക്കേണ്ടതാണ് സിലിണ്ടറിന്റെ വ്യാപ്തം, അതേപോലെ കർവ്ഡ് സർഫസ് ഏരിയ, വോളിയം, TSA, ബേസ് ഏരിയ, ഇതൊക്കെ നമുക്കറിയണം. അതായത് വൃത്തസ്തംഭത്തിന്റെ ആകെ പരപ്പളവ്, ഉപരിതല പരപ്പളവ്, വ്യാപ്തം, ഈ പോലുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ കൃത്യമായി ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. വളരെ കൃത്യമായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനുള്ള എല്ലാ ആശയങ്ങളും കൺസെപ്റ്റുകളും അതേപോലെ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു സമചതുര സ്തംഭമാണ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്രിസമാണ്. ഓക്കെ, ഇപ്പൊ സ്ക്വയർ പ്രിസം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ രൂപത്തിലായിരിക്കും നമുക്ക് സ്ക്വയർ പ്രിസം ഉണ്ടാകുക. അതായത് സ്തംഭവും പ്രിസവും ഇങ്ങനെ ഈ രൂപത്തിലായിരിക്കും, ഒരേ രൂപത്തിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഇതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള എന്താക്കി മാറ്റുന്നത്, നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ പിരമിഡിലേക്ക് നമ്മൾ ഇത് എത്തിക്കുന്നത്. സോ നമ്മൾ ഇതില് ഓരോ വശങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലൊരു വശം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്, ഉയരം 8 സെന്റിമീറ്റർ ആണ്. സോ ഈ രൂപത്തിലാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്വയർ പിരമിഡ് കട്ട് ചെയ്തെടുക്കുന്നത്. സോ ഞാൻ ഇതിന്ന് മാക്സിമം വലുപ്പത്തിൽ വരണമെങ്കിൽ ഇതിന്റെ അതേ ഉയരത്തിൽ തന്നെ വരണം. ഇതിന്റെ അതേ ഉയരത്തിൽ നിന്ന് ഞാൻ ഇതേപോലെ നമ്മൾ ഇതിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ രൂപം എന്ന് നമ്മൾ ആദ്യം എഴുതി വെക്കാം. സോ ആദ്യം പറയുന്നത് നമ്മുടെ സമചതുര സ്തൂപികയാണ്. അപ്പൊ സമചതുര സ്തൂപിക എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ സ്തൂപിക എന്ന് എഴുതുന്നു. നമ്മൾ ആദ്യം സമചതുര സ്തൂപിക എന്ന് എഴുതുന്നു, അതായത് സ്ക്വയർ പിരമിഡ്. ഇപ്പൊ സ്ക്വയർ പിരമിഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി.
ഇനി തന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കുക. പാദവക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസ് എഡ്ജ് ഏതിൻ്റെത്? ഈ ഒരു സ്ക്വയർ പ്രിസത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സമചതുര സ്തംഭത്തിന്റെ അതേ രൂപത്തിൽ തന്നെ ആയിരിക്കണം ഈ ഒരു സമചതുര സ്തൂപികയുടെയും അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡിന്റെയും ബേസ് എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് 12 ആയിരിക്കും, എച്ച് എന്ന് പറയുന്നത് 8 ആണ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ തന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കുന്നു. നെക്സ്റ്റ് നമ്മളോട് സ്ലാന്റ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് എൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ ഉള്ളത്? നമുക്ക് എൽ ഈസ് ഈക്വൽ ടു നമ്മൾ ആ ഫിഗർ നമ്മളെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് എച്ച് എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ഉണ്ടാവുക അല്ലെ. ഇവിടെ a/2 ഉണ്ടാവും, ഇവിടെ എച്ച് എന്നായിരിക്കും, ഇത് എൽ എന്നായിരിക്കും. സോ എൽ ആണ് നമുക്ക് കാണേണ്ടത്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ നമ്മൾ എഴുതുന്ന റൂട്ട് ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? എച്ച് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ്. 8² പ്ലസ് എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 12 ആണ്. 12.5 എന്ന് പറയുന്നത് 6² ആണ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? 64 പ്ലസ് 36 ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 100 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടാം? 10 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. സോ നമുക്ക് എൽ കിട്ടി, 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈ ഒരു സമചതുര അടുത്ത ക്വസ്റ്റ്യൻ പാദപരപ്പളവും അതേപോലെ തന്നെ പാർശ്വപരപ്പളവാണ്. ഞാൻ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. ബേസ് ഏരിയ എന്ന് പറയുന്നത് സമചതുരത്തിന്റെ ഒരു വശമാണ്. സോ ബേസ് ഏരിയ എന്ന് പറയുന്നത് a² ആണ് ബേസ് ഏരിയ. ദാറ്റ്സ് ഈക്വൽ ടു a എന്ന് പറയുന്നത് 12 ആണ്. 12ന്റെ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 12 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 144 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. ഇക്വേഷനിലേക്ക് നേരിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇതിനെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ LSA അതായത് പാർശ്വപരപ്പളവും ചോദിക്കുന്നുണ്ട്. പാർശ്വപരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2 × a × L എന്നുള്ളതാണ്. സോ ഇതൊക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2 × a എന്ന് പറയുന്നത് 12 ആണ്, L എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 24 × 10 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 240 എന്ന് വരും. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. സി ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് പരപ്പളവാണ്. TSA കാണാനാണ്. TSA നമുക്ക് ബേസ് ഏരിയയും അതേപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ തന്നതുകൊണ്ട് അവ തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. ബേസ് ഏരിയ അതായത് പാദപരപ്പളവ് പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വപരപ്പളവ് എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 240 പ്ലസ് എന്ത് വരും? 144 എന്ന് വരും. സോ എത്ര വരും? 384 എന്ന് വരും ആൻസർ. Okay ആണല്ലോ. So this is our total surface area centimeter square. So lateral surface area centimeter square. Okay. So C യുമായി ഇനി നെക്സ്റ്റ് D ന്റെ ആൻസർ നോക്കാം. D എന്ന് പറയുന്നത് D നമ്മളോട് ചോദിക്കുന്നത് ഈ ഒരു ചതുര സ്തംഭത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സമചതുര സ്തംഭത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയർ പ്രിസത്തിന്റെ ഏരിയ വോളിയത്തിന്റെ അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ എത്ര പാർട്ടാണ് ഇതിന്റെ വോളിയം എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ? സ്തംഭത്തിന്റെ വ്യാപ്തം എന്താ? സ്തംഭത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ പ്രിസത്തിന്റെ വ്യാപ്തം എന്താ? പ്രിസത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് നമുക്കറിയാം a² × h എന്നുള്ളതാണ് അല്ലെ. a² സമചതുര 2 a² × h എന്നുള്ളതാണ്. സോ ഇവിടെ പിരമിഡ് ആണെങ്കിലോ പിരമിഡ് എന്ന് പറയുന്നത് 1/3 a² × h എന്നുള്ളതാണ്. സോ എത്ര ഭാഗമാണ് നമുക്ക് ഇന്നലെ മനസ്സിലാകും? 1/3 ഭാഗമാണ് ആരുടെ പരപ്പളവ് എന്ന് ആരുടെ വ്യാപ്തം എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു സമചതുര സ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് ആരുടെ 1/3 ഭാഗമാണ്? ആരുടെ വ്യാപ്തത്തിന്റെ 1/3 ഭാഗമാണ്? സ്തംഭത്തിന്റെ വ്യാപ്തത്തിന്റെ 1/3 ഭാഗമാണ് എന്ന് മനസ്സിലാവും. സോ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ്. ഏതിന്റെ വ്യാപ്തം? ഈ ഒരു ചതുര സ്തൂപികയുടെ സമചതുര സ്തൂപികയുടെ വ്യാപ്തമാണ്. വോളിയം ഈസ് ഈക്വൽ ടു 1/3 × a എന്ന് പറയുന്നത് ആളാരാ? a എന്ന് പറയുന്നത് നമുക്ക് 12 എന്ന് തന്നിട്ടുണ്ട്. 12 × h എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. h എന്ന് പറയുന്നത് 8 ആണ്. സോ 8 എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 1/3 × ഇവിടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിന് നല്ലത് നമുക്ക് 12 × 12 × 8 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാർജ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒഴിവാക്കാം. സോ ഇവിടെ ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ എത്ര വരിക? 4 ആണ് വരിക. സോ 4 വന്നു. 4 × 12 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്
48 എന്നുള്ളതാണ്. 48 ഇൻറ്റു 8 എന്ന് വരും. 48 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. റിമൈൻഡർ 6. 4 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 38 എന്ന് വരും. സോ ഇതിന്റെ വോളിയം നമുക്ക് കിട്ടി 384 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്നും കേന്ദ്രകോൺ 120 ഡിഗ്രി ആയ വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ ഉപയോഗിച്ച് ഒരു വൃത്ത സ്തൂപിക അല്ലെങ്കിൽ കോൺ നിർമ്മിച്ചു. എ എന്ന് പറയുന്നത് ഈ സ്തൂപികയുടെ അല്ലെങ്കിൽ കോണിന്റെ പാദ ആരം അല്ലെങ്കിൽ ബേസ് റേഡിയസ്, അതേപോലെ തന്നെ സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ചെരിവ് ഉയരം, അതേപോലെ തന്നെ ആകെ പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ, അതേപോലെ തന്നെ സ്തൂപികയുടെ കോണ് അല്ലെങ്കിൽ വ്യാപ്തം, സ്തൂപികയുടെ വ്യാപ്തം അല്ലെങ്കിൽ നമ്മൾ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന്റെ ആൻസർ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് തന്നെന്ന് നോക്കാം. 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്നാണ്, അതായത് 6 സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ സെക്ടർ എന്ന് പറയുന്നത് ഇതാ ഈ രൂപത്തിലാണ്. ഓക്കെ, ഈ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ R എത്ര തന്നിട്ടുള്ളത്? 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എന്തുണ്ടാക്കുന്നത്? ഒരു വൃത്തസ്തൂപിക, ഞാൻ ഈ പറയുന്ന വൃത്തസ്തൂപിക നിർമ്മിക്കുന്നത്, ഈ ഒരു കോൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ കോണിന്റെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ സ്തൂപികയുടെ പാദ ആരം, അതായത് ബേസ് റേഡിയസ് എന്ത് എന്നുള്ളതാണ്. സോ നമ്മൾ പാദ ആരം നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അത് എഴുതി വെക്കുന്നു. R is equal to 6 സെന്റിമീറ്റർ. അതേപോലെ തന്നെ സ്മോൾ ലെറ്റർ R അത് നമുക്ക് കാണണം. അതേപോലെ തന്നെ x ഡിഗ്രി, കേന്ദ്രകോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R ആണ്, സ്മോൾ ലെറ്റർ R ആണ്. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ R ഉം X ആണ്. സോ ഇതിൽ നിന്ന് എങ്ങനെ സ്മോൾ ലെറ്റർ R കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ അറിയാം. സ്മോൾ ലെറ്റർ R ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ R is equal to x by 360 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം. സോ ഇതില് നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ R നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. R is equal to എന്ത് വരും? X എന്ന് പറയുന്നത് 120 by 360. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 6 എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്ന സമയത്ത് R is equal to ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 1/3 എന്ന് വരും. ഓക്കെ, 1/3 ഇൻറ്റു 6. ഈ ഡിവൈഡ് ബൈ 6ന്റെ മുകളിലേക്ക് ഞാൻ കൊണ്ടുപോകുമ്പോൾ R is equal to 6/3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന ആൻസർ വരും. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ഈ ഒരു റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? R എന്ന് കിട്ടി. നമുക്ക് എത്ര? 2 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഇക്വേഷൻ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് ബി എന്താ നമ്മളോട് പറയുന്നത്? ബി എന്ന് പറയുന്നത് നമ്മുടെ കോണിന്റെ ചെരിവ് ഉയരം, സ്ലാൻഡ് ഹൈറ്റ് ആണ്. സോ നമുക്കറിയാം ഒരു സെക്ടറിന്റെ അല്ലെങ്കിൽ ഒരു വൃത്താംശത്തിന്റെ ആരവും അതേപോലെ തന്നെ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റും അല്ലെങ്കിൽ ചെരിവുയരവും തുല്യമായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. സോ R is equal to L എന്ന് നമുക്കറിയാം. സോ ഇവിടെ L എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ 6 സെന്റിമീറ്റർ എന്നായിരിക്കും എന്നത് ഓർത്ത് വെക്കുക നമ്മൾ. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇത് ആവശ്യം ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ട് നമുക്ക് ഈ ഒരു മാർക്കൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ലെറ്റർ R is equal to L, അതായത് സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആ കോണിന്റെ സ്ലാൻഡ് ഹൈറ്റിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ ആരം എന്ന് പറയുന്നത് വൃത്തസ്തൂപികയുടെ ചെരിവുയരത്തിന് തുല്യമായിരിക്കും. സോ 6 എന്ന് പറയുന്ന ആൻസർ കിട്ടി. നെക്സ്റ്റ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് സി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. സി എന്ന് പറയുന്നത് എന്താ? സ്തൂപികയുടെ ആകെ പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കാണണം. ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു TSA എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി കോൺ എന്ന് പറയുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി കോൺ എന്ന് പറയുന്നത് എന്താണ്? പൈ R ഇൻറ്റു R പ്ലസ് L എന്ന് നമുക്കറിയാം. ഓക്കെ, സോ നമ്മൾ ഇതിന് നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പൈ എന്ന് പറയുന്നത് പൈ എന്നെ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ R ആണ് ഇവിടെ വരുന്നത്. സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നത് 2 ആണ് ഇൻറ്റു 2 പ്ലസ് L എന്ന് പറയുന്നത് 6 ആണ്. സോ ആൻസർ വരിക പൈ ഇൻറ്റു 2 ഇൻറ്റു 8 ദാറ്റ്സ് ഈക്വൽ ടു 16 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ വരും ഇതിന്. സോ ഇവിടെ ഈ ഒരു ഇക്വേഷൻ TSA ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം. നെക്സ്റ്റ് ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഡി എന്ന് പറയുന്നത് എന്താ നമ്മളോട് ചോദിക്കുന്നത്? വൃത്തസ്തൂപികയുടെ വ്യാപ്തം, അതായത് കോണിന്റെ വോളിയം ആണ്. വോളിയം എന്ന് പറയുന്നത്, വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം L. വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/3
1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ ആർ അറിയാം, പക്ഷേ എച്ച് എത്രയെന്ന് അറിയില്ല. ഈ കോണിന്റെ ഇത് എത്രയും നമുക്കറിയില്ല. സോ നമുക്ക് ഇവിടുന്ന് എച്ച് നമ്മൾ കണ്ടുപിടിക്കണം. എച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു രൂപം നമുക്കറിയാം. എച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് √L² - R² എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. സോ ദാറ്റ്സ് ഈക്വൽ ടു √L എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 6² - R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 2² ആണ്. 2². ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എത്ര വരും? നമ്മൾ അതിൽ നിന്ന് കാണുന്നു h is equal to √36 - 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു √32 എന്ന് നമുക്കറിയാം. സോ √32 എന്ന് എഴുതി വെക്കാം. ഇനി വേണമെങ്കിൽ 32 കിട്ടണമെങ്കിൽ വേറെ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കിയിട്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16 × 2 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 4√2 എന്ന് നമുക്ക് ആൻസർ വരും. സോ h എന്ന് പറയുന്നത് 4√2 സെന്റിമീറ്റർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതിന്റെ വോളിയം നമ്മൾ കാണുന്ന വോളിയം ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/3 പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു h എന്ന് പറയുന്നത് 4√2 എന്നുള്ളതാണ്. സോ നമ്മളിവിടെ ചെയ്യുന്ന 1/3 ഇൻറ്റു പൈ ആർ എന്ന് പറയുന്നത് 4 ആണ്. 4 × 4√3 ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് വരിക 16√3 π/3 എന്ന് വരും. സോ 16√3 π/3 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് സെന്റിമീറ്റർ ക്യൂബിക് സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ അതിനെ മാറ്റുന്നു. ഇപ്പോൾ √3 ഒക്കെ വന്ന സമയത്ത് നമ്മൾ അതേപോലെ പൈ ഒക്കെ പ്രത്യേകം നമ്മളോട് ഗുണിക്കാൻ പറയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സാമിന് അത് ഗുണിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ അത് ഗുണിക്കേണ്ട ആവശ്യം ഇല്ല. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 12 സെന്റിമീറ്റർ ആരമുള്ള അല്ലെങ്കിൽ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഗോളം. ഈ ക്വസ്റ്റ്യൻ പറയുന്ന ഈ ഗോളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്ഫിയറിന് ആകെ പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്താണെന്ന ക്വസ്റ്റ്യൻ. അവിടെ സർഫസ് ഏരിയ അതേപോലെ തന്നെ കർവ്ഡ് സർഫസ് ഏരിയ ഒക്കെ ഒരേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക. സോ ബി പറയുന്ന ഈ ഗോളം ഉരുക്കി അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് 4 സെന്റിമീറ്റർ ആരമുള്ള എത്ര ചെറിയ ഗോളങ്ങൾ നിർമ്മിക്കാം അല്ലെങ്കിൽ സ്ഫിയേഴ്സ് നിർമ്മിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ ഓഫ് വോളിയം ഓഫ് spheres, 2 spheres 27:64 ആണ്. ആയാൽ ഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര എന്നുള്ളതാണ്, അല്ലെങ്കിൽ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വെറുതെ നമ്മൾ എടുത്തു ചാടി വേഗം നമ്മൾ ആൻസർ ചെയ്യുന്ന രൂപത്തിലാവരുത്. സാവധാനം നമ്മൾ എന്താണ് പറയുന്നത് കൃത്യമായി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു ഗോളമുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഫിയർ ഉണ്ട്, റേഡിയസ് എന്ന് പറയുന്നത് 12 ആണ് തന്നിട്ടുണ്ട്, റേഡിയസ് 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറയുന്നത് അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയ TSA എന്നാണ്, ആകെ പരപ്പളവ്. സോ സർഫസ് ഏരിയയും അതേപോലെ കർവ്ഡ് സർഫസ് ഏരിയ ഒക്കെ ഒരേപോലെ തന്നെയാണ് ഒരു വൃത്തത്തിന്റെ. അത് നമുക്കറിയാം 4πr² എന്നുള്ളതാണ്. സോ 4 × പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 12 സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 4 × പൈ ഇൻറ്റു 12 സ്ക്വയർ 144. സോ നമുക്ക് പലപ്പോഴും സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എളുപ്പ വഴി, അതിനൊക്കെ ഒരു ട്രിക്ക് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. സോ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. സോ നെക്സ്റ്റ് വരുന്ന 4 × 144, 4 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 വരും. നെക്സ്റ്റ് റിമൈൻഡർ 1, 4 × 4 16, 1 17, റിമൈൻഡർ 1, 4 × 1 എന്ന് പറഞ്ഞാൽ 4ഉം 576 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ. ചില സമയത്തൊക്കെ നമ്മളോട് ഈ ഒരു ടോട്ടൽ സർഫസ് ഏരിയ ചില സമയത്ത് നേരിട്ട് ചോദിക്കണം എന്നില്ല. ചില സമയത്ത് നമ്മൾ പറയും ഈ ഒരു ആകൃതിയിലുള്ള ഒരു ടോയ് ആണ്, ഈ ടോയ് പെയിന്റ് അടിക്കാൻ എത്ര പണം നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്ര പെയിന്റ് ആണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ ടോട്ടൽ സർഫസ് ഏരിയയാണ് നമ്മൾ ഇവിടെയൊക്കെ കണ്ടുപിടിക്കേണ്ടതെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ? ബി ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഈ ഗോളം ഉരുക്കി അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് 4 സെന്റിമീറ്റർ ആരമുള്ള എത്ര ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പോയിന്റ് പറഞ്ഞിരുന്നു, എത്ര എണ്ണം ഉണ്ടാക്കാം എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മെൽറ്റഡ് സ്മോൾ സ്ഫിയറിന്റെ എണ്ണം എന്ന് പറയുന്നത് ലാർജറിന്റെ വോളിയത്തിനെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? സ്മോളർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. സോ നമ്പർ ഓഫ്, അതായത് ബീന്റെ ആൻസർ കാണണമെങ്കിൽ, അത് ഒരു സാധനം ഒരുക്കി ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എണ്ണം സമം
നമ്മൾ ഏതിന്റെ വോളിയം ഏതാ നമ്മൾ ഉരുക്കുന്നത്, ഈ ഒരു ഗോളാണ് ഉരുക്കുന്നത്. ഓക്കെ, എണ്ണം കിട്ടാൻ വലിയ ഗോളത്തിന്റെ വ്യാപ്തം വലിയ ഗോളവ്യാപ്തം അതേപോലെ തന്നെ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചെറിയ ഗോളവ്യാപ്തം എന്ന് പറയാം. അതായത് ലാർജ് സ്ഫിയറിന്റെ വോളിയത്തിനെ നമ്മൾ സ്മോൾ സ്ഫിയറിന്റെ വോളിയം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. സോ അത് അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന എത്ര ചെറിയ സ്മോൾ ആയിട്ടുള്ള എത്ര സ്ഫിയേഴ്സ് കിട്ടും എന്നുള്ളത് നമുക്ക് ഇതൊന്ന് മനസ്സിലാവും. സോ നെക്സ്റ്റ് പറയുന്ന വലിയ ഗോളത്തിന്, ഇതാണ് നമ്മുടെ വലിയ ഗോളം, അതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്തായിരുന്നു, 4/3 πr³ എന്നുള്ളതാണ്. സോ ഇതിന്റെ റേഡിയസിനെ ഞാൻ r1 എന്നും സ്മോളറിനെ 4/3 π × r2³ എന്ന് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്കറിയാം ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ചെയ്യേണ്ടത്, ഇവിടെ രണ്ട് കോമൺ ആണ്, ഈ ഒരു രണ്ട് സാധനങ്ങൾ എനിക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാം. സോ നെക്സ്റ്റ് വരുന്നത് 4/3, നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇവിടെ r1³ / r2³ എന്നുള്ളതാണ്. സോ r1 എന്ന് പറയുന്നത് 12 ആണ്, 12ന്റെ ക്യൂബ് ആണ് കാണുന്നത്, 12³ നെക്സ്റ്റ് 2ന്റെ ക്യൂബാണ്. നമുക്ക് അടുത്തതായിട്ട് ഏറ്റവും ചെറിയ സ്ഫിയറിന്റെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഗോളത്തിന്റെ ആരം നമുക്ക് എത്രയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ, എത്ര ആരമുള്ള ഗോളാ വേണ്ടത്, 4 ആണ് വരുന്നത്. ഇപ്പൊ 4³. അപ്പൊ 12ന്റെ ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 4ന്റെ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് നമ്മൾ ഇതിവിടെ ചെയ്യുന്നു. സോ ആൻസർ നമുക്ക് കാണുന്ന സമയത്ത് ഇതിനെ 12³ എന്ന് പറഞ്ഞാൽ 12 × 12 എന്നുള്ളതാണ്. സോ ഡിവൈഡ് ബൈ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ബൈ 4 × 4 എന്ന് എഴുതാം. സോ ഏറ്റവും നല്ലത് ഇത് സിംപ്ലിഫൈ ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. സോ 4നെ എനിക്ക് ഇവിടെ 3 കിട്ടും, ഇവിടെ 4നെ എനിക്ക് 12നെ ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. അതേപോലെ തന്നെ ഈ 4നെ ഈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 വരും. സോ 3 × 3 എന്ന് പറഞ്ഞാൽ 3 × 3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും ആൻസർ, 27 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. സോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ, ഈ ഒരു വലിയ ഗോളത്തിന് ഏതാണ് നമ്മളോട് മെൽറ്റ് ചെയ്യുന്ന ആ മെൽറ്റ് ചെയ്യണതിന്റെ വോളിയം ഡിവൈഡ് ബൈ ആ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഗോളങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിന്റെ ഏറ്റവും ചെറുതിന്റെ ഏറ്റവും ഒന്നിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ചില സമയത്ത് നേരെ തിരിച്ചു ചോദിക്കും, എണ്ണം തരും. ഓക്കെ, എണ്ണം തന്നിട്ട് പറയും ചില സമയത്ത് ഇതിന്റെ ഈ ഒരു സ്ഫിയറിന്റെ ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് എനിക്ക് 27 സ്ഫിയേഴ്സ് സ്മോൾ സ്ഫിയേഴ്സ് ഞാൻ ഉണ്ടാക്കിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് എത്ര ആയിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ആശയം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്, ഞാൻ സ്ഫിയർ S1 എന്നും സ്ഫിയർ S2 എന്ന് കൊടുക്കുന്ന രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. സോ ഈ രണ്ട് സ്ഫിയേഴ്സിന്റെ വേറെ രണ്ട് സ്ഫിയേഴ്സിന്റെ വോളിയം തമ്മിലുള്ള, അതായത് ഇതിനെ ഞാൻ V1 എന്ന് പേര് കൊടുത്തു, ഇതിനെ ഞാൻ V2 എന്ന് പേര് കൊടുത്തു. സോ വോളിയം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതും അറിയാം, R1ഉം അതേപോലെ തന്നെ R2 എന്നുള്ളത് ആദ്യത്തെ ഗോളത്തിന്റെ വോളിയത്തിന് ഞാൻ V1 ഉം ആദ്യത്തെ ഗോളത്തിന്റെ ആരത്തിന് R1 എന്നും ഇതിനെ S2 എന്നും രണ്ടാമത്തെ ഗോളത്തിന് S2 എന്നും ഇതിനെ ഞാൻ V2 എന്നും ഇതിനെ R2 എന്നും ഞാൻ രേഖപ്പെടുത്തി. ഇവിടെ തന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ V1:V2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 27:64 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ അതേപോലെ അതിനർത്ഥം V1/V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27/64 ആണ് എന്നുള്ളത് അറിയാം. സോ V1 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ വോളിയം നമുക്കറിയാം 4/3 πr1³ ഡിവൈഡ് ബൈ 4/3 π × r2³ ആണ് V1ഉം V2ഉം എന്ന് പറയുന്നത്. സോ അതാണ് 27/64 എന്ന് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഞാൻ ഇതിൽ കോമൺ ആയിട്ടുള്ള രണ്ട് സംഖ്യകളും ഞാൻ വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്, എനിക്ക് r1³ ഡിവൈഡ് ബൈ r2³ ദാറ്റ്സ് ഈക്വൽ ടു 27/64 എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഞാൻ ഇതിന്റെ സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് എടുക്കുന്നു. സോ r1 ഡിവൈഡ് ബൈ r2 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 27/64 എന്ന് വരും. സോ r1/r2 എന്ന് പറയുന്നത് നമുക്ക് 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 3 ആണ്. അതേപോലെ തന്നെ 64ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. സോ നമുക്ക് 4/3 എന്ന് കിട്ടും. അപ്പോൾ r1/r2 എന്ന് പറയുന്നത് 3/4 ആണെങ്കിൽ r1 ഈസ് ടു
R2 എന്ന് പറയുന്നത് എന്തായിരിക്കും 3:4 എന്നുള്ളതായിരിക്കും. സോ ദിസ് ഇസ് അവർ ആൻസർ ആയിട്ട് വരിക. സോ ഈ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിന് സ്ഥിരമായിട്ട് ഇതേപോലെ റേഷ്യോന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അല്ലെങ്കിൽ അംശബന്ധത്തിന്റെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എക്സാമിന് വരാറുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. തുല്യ വ്യാപ്തമുള്ള വോളിയമുള്ള രണ്ട് വൃത്തസ്തംഭങ്ങളുടെ അല്ലെങ്കിൽ കോണുകളുടെ ആരം തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 4:5 ആണ്. ഉയരങ്ങൾ അല്ലെങ്കിൽ ഹൈറ്റുകൾ തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് നമ്മളുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ചോദ്യം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതാം. രണ്ട് കോണുകളാണുള്ളത് അല്ലെങ്കിൽ രണ്ട് വൃത്തസ്തംഭങ്ങളാണ്. ഞാൻ ഒന്നിനെ C1 എന്നും മറ്റേതിന് ഞാൻ C2 എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇതിന് ഓരോ അളവുകളുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. ഇതിൽ തന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതുക. V1ഉം രണ്ടിന്റെയും വോളിയം സെയിം ആണ്. സോ രണ്ടും V ആണ്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും വ്യാപ്തങ്ങൾ തുല്യമാണ് തന്നിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ആരങ്ങൾ, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R1 ആണ്, ഇതിന്റെ റേഡിയസ് R2 എന്നെടുത്തു. രണ്ടാമത്തെ കോണിന്റെ അല്ലെങ്കിൽ വൃത്തസ്തംഭത്തിന്റെ ആരം എന്ന് പറയുന്നത് R2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ H1 ആയിരിക്കും, ഇതിന്റെ എന്തായിരിക്കും H2 എന്നായിരിക്കും, നമുക്കറിയാലോ. സോ നമുക്ക് ഇതിന്റെ വോളിയം ആണ് തന്നിട്ടുള്ളത്. വോളിയം ഇതിൽ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. വോളിയം V1 ഈസ് ഈക്വൽ ടു V2 എന്ന് തന്നിട്ടുണ്ട്. രണ്ടിന്റെയും വോളിയം സെയിം ആണ്. അത് ഞാൻ എന്താക്കി എടുത്തിട്ടുണ്ട്, V എന്നാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് R1 ഈസ് ടു R2 എന്ന് പറയുന്നത് 4:5 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R1/R2 എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത് എന്തായിരിക്കും 4/5 എന്നുള്ളതായിരിക്കും. വോളിയം സെയിം ആണ് നമുക്കറിയാം. സോ ഞാൻ രണ്ടിന്റെയും വോളിയം V1 ഈസ് ഈക്വൽ ടു V2 എന്ന് എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എഴുതുകയാണ് ഇവിടെ. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 പൈ ഇൻറ്റു R1 സ്ക്വയർ ഇൻറ്റു H എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ 1/3 പൈ ഇൻറ്റു R2 സ്ക്വയർ ഇൻറ്റു H2 അല്ലെ. ഓക്കെ, അതായത് ആദ്യത്തേതിന്റെ വോളിയവും രണ്ടാമത്തേതിന്റെ വോളിയവും ഞാൻ കാണുന്നു, ഈ രണ്ട് വ്യാപ്തങ്ങൾ കാണുന്നു. ഇതിൽ നമുക്ക് പൊതുവായിട്ടുള്ള ഒരേപോലെ വരുന്ന ആളുകളെ ഞാൻ ക്യാൻസൽ ചെയ്തുക. ഇത് രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്തു. 1/3 പൈ 1/3 പൈ രണ്ടിലുണ്ട്. സോ R1 സ്ക്വയർ H1 ഈസ് ഈക്വൽ ടു R2 സ്ക്വയർ ഇൻറ്റു H2 എന്ന് എഴുതുന്നു. സോ ഇനി നെക്സ്റ്റ് ഒരേ ലെറ്റർ വരുന്നതൊക്കെ ഞാൻ ഒരുമിച്ച് എഴുതുന്നു. സോ R1 സ്ക്വയർ ബൈ R2 സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് വരാം H2 ബൈ H1 എന്ന് വരും. H2 ബൈ H1 എന്ന് വരും. സോ R1 സ്ക്വയർ ബൈ R2 സ്ക്വയർ എന്ന് പറയുന്നത് എനിക്ക് R1/R2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു H2 ബൈ H1 എന്ന് വരും. സോ R1/R2 എന്ന് പറയുന്നത് എന്താകും? R1/R2 എന്ന് പറയുന്നത് 4/5 ആണ് തന്നിട്ടുണ്ട്. 4/5 ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു H2 ബൈ H1 എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 16/25 ദാറ്റ്സ് ഈക്വൽ ടു H2 ബൈ H1 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാകും H2 ബൈ H1 എന്ന് പറയുന്നത് എന്താണ്? 16/25 ആണ്. സോ അങ്ങനെയാണെങ്കിൽ H1 ഈസ് ടു H2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 25:16 എന്ന് നമുക്ക് ആൻസർ വരും. സോ ദിസ് ഈസ് അവർ ആൻസർ. സോ H1 ഈസ് ടു H2 എന്ന് പറയുന്നത് 25:16 എന്നായിരിക്കും നമുക്ക് ആൻസർ വരിക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ റേഷ്യോ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് സ്ഥിരമായി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 13 സെന്റിമീറ്റർ വ്യാസമുള്ള അല്ലെങ്കിൽ ഡയമീറ്റർ ഉള്ള ഒരു ഗോളത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്ഫിയറിൽ നിന്നും 9 സെന്റിമീറ്റർ ഉയരമുള്ള അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ഒരു വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോണം മുറിച്ചെടുത്താൽ വൃത്തസ്തൂപികയുടെ അല്ലെങ്കിൽ കോണിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മളോട് പറയുന്ന ഒരു സ്ഫിയർ എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ സ്ഫിയർ. ഈ സ്ഫിയറിന്റെ ഡയമീറ്റർ എനിക്ക് തന്നിട്ടുണ്ട്. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്റർ എനിക്ക് തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് 13 ആണ്. 13 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു ഒരു സ്ഫിയർ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്ഫിയറിൽ നിന്ന് ഞാനൊരു കോൺ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നുണ്ട് ഇതേപോലെ. സോ അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്.
ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. ഇപ്പോൾ പലപ്പോഴും എക്സാമിന് ഇത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഇവിടെ 10 ആണ്, 16 ആണെങ്കിൽ ഇവിടെ മൊത്തം ഡയമീറ്റർ 10 ആയിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരുന്ന ഇവിടെ 10 എടുത്താണെങ്കിൽ റേഡിയസ് 10 ആയിരിക്കും. അപ്പോൾ 10 വെച്ചിട്ട് നമുക്കൊരു പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് കാണാം. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇവിടെ ഈ രൂപത്തിലാണെങ്കിൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പം നല്ലത്. സോ ഇവിടെ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 13 ആണ്. ഈ കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്നത് 9 ആണ്. നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ, വോളിയം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് വോളിയത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/3 πr² h എന്നുള്ളതാണ്. സോ എച്ച് നമുക്കറിയാം, പക്ഷെ ഈ ഒരു കോണിന്റെ റേഡിയസ് അല്ലെങ്കിൽ വൃത്തസ്തൂപികയുടെ പാദ ആരം നമുക്കറിയില്ല. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്? സോ ഇവിടെ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് എത്രയും നമുക്കറിയാം, ആരം എത്രയും നമുക്ക് അറിയില്ല. ഓക്കെ, ആരം എത്രയും നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ആരം എത്രയും എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലും പക്ഷെ ഇതൊരു 7.5 എന്നൊക്കെ വരിക. ഓക്കെ, 7.5. അതേപോലെ തന്നെ മൊത്തം 9 ആണെങ്കിൽ 7.5 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 2.5 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. സോ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് പ്രയാസമായി തോന്നും. പൈതഗോറസ് വെച്ച് ചെയ്താൽ നമുക്ക് ആൻസർ വരും. സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് വൃത്തങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ സർക്കിൾസിലെ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് നമുക്കറിയാം ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന നമുക്കറിയാം എ ബി എന്ന് പറയുന്ന വ്യാസം, പി എന്ന് പറയുന്ന ഒരു ബിന്ദു ആണെങ്കിൽ പി സി. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് 90 ഡിഗ്രി അർദ്ധവൃത്തത്തിലാണെങ്കിൽ എ ബി വ്യാസം ആണെങ്കിൽ നമുക്കറിയാം എ പി ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതേപോലെ ഇതൊരു അർദ്ധവൃത്താക്കിയിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഇതൊരു അർദ്ധവൃത്താക്കി എടുക്കുകയാണെങ്കിൽ അതിലുണ്ടാക്കുന്ന കോണാണ് ഞാൻ ഇത് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിനെ എ ബി എന്ന് പറയുന്നത് ഈ ഗോളത്തിന്റെ വ്യാസത്തിനെയും ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു പി, അതായത് ഈ വൃത്തത്തിൽ അല്ലെങ്കിൽ വൃത്തസ്തൂപികയുടെ ഈ ഒരു ഭാഗത്തിനെ പി എന്ന് പേര് കൊടുത്തു, ഇത് സി. അപ്പൊ പി സി എന്ന് പറയുന്നതാണ് ആര്? പി സി എന്ന് പറയുന്നതാണ് റേഡിയസ് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് പി സി ആണ്. സോ ഇത് 90 ഡിഗ്രി ആണ്. ഇത് അർദ്ധവൃത്തത്തിലെ ബി സി പി എന്ന് പറയുന്നത് കോൺ ബി സി പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, കാരണം അർദ്ധവൃത്തത്തിലെ കോണാണ്. സോ നമുക്കറിയാം എ പി ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ ആണെന്ന് അറിയാം. സോ പി സി എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്. അപ്പൊ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പി എന്ന് പറയുന്നത് എത്ര വരിക? എ പി എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, കോണിന്റെ ഹൈറ്റ് ആണ്. അത് എത്ര തന്നിട്ടുണ്ട്? 9 തന്നിട്ടുണ്ട് ഇൻറ്റു. അപ്പൊ എച്ച് എന്ന് പറയുന്നത് 9 ആണെങ്കിൽ എ പി എന്ന് പറയുന്നത് 9 ആണെന്ന് അർത്ഥം. ഇനി പി ബി എന്ന് പറയുന്നത് നമുക്കറിയാം എ പി എന്ന് പറയുന്നത് 9 ആണ്. അതേപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് 13 ആണെങ്കിൽ നമുക്ക് പി ബി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പി ബി എന്ന് പറയുന്നത് 13 - 9 സമം 4 എന്ന് കിട്ടും. സോ ഇത് 4 എന്ന് വരും. സോ 6 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 9 4 36. സോ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ആൻസർ വരിക? 6 സെന്റിമീറ്റർ എന്നാണ് വരും. സോ ഈ ഒരു വൃത്തത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഗോളത്തിൽ നിന്ന് നമുക്ക് 9 സെന്റിമീറ്റർ ഉയരമുള്ള ഹൈറ്റ് ഉള്ള ഒരു കോണ് അല്ലെങ്കിൽ വൃത്തസ്തൂപിക ഞാൻ മുറിച്ചെടുക്കുകയാണെങ്കിൽ അതിന്റെ ആരം എത്രയായിരിക്കും? ഇൻറ്റു 6 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഇനി വോളിയം കണ്ടുപിടിക്കാം. V ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 6 സ്ക്വയർ ആണ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര? 9 ആണ്. ഓക്കെ, ഉയരം. സോ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ 9 ക്യാൻസൽ 3 ആണ് വരിക. സോ 36 ഇൻറ്റു 3 പൈ എന്നായിരിക്കും ആൻസർ വരിക. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് വരും 3 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 18 എന്ന് വരും. 18 എന്ന് വരും. റിമൈൻഡർ 1, then 108 പൈ സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. സോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് ഇതൊന്ന് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഈ ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ഒരു പെട്രോൾ ടാങ്കിന്റെ ഒരു രൂപമാണ്. സോ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് നമ്മളോട് ഇതിന്റെ വോളിയം അല്ലെങ്കിൽ അതേപോലെ തന്നെ ഉപരിതല പരപ്പളവ്, ഇത് കഴിഞ്ഞ മോഡലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതേപോലുള്ള ഒരു ടോയ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇതൊരു അർദ്ധവൃത്താണ്, സെമി സർക്കിൾ ആണ്, അതേപോലെ അതിന്റെ മുകളിൽ വരുന്ന ഒരു കോണുമാണ്. സോ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇവിടൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു കോണാണ്. സോ ഇതിന്റെ വോളിയം നമ്മൾ കാണുന്ന സമയത്ത്, ഇതിനൊക്കെ വോളിയം നമ്മൾ കാണുന്ന സമയത്ത് ഇവിടെ ചെയ്യേണ്ടത് ഇതിലുള്ള രൂപങ്ങളുടെ ഒക്കെ വോളിയം തമ്മിൽ കൂട്ടുക എന്നർത്ഥം. ഓക്കെ, വോളിയം തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഇത് റോക്കറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ആണെങ്കിൽ ഈ റോക്കറ്റിന്റെ വോളിയം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഏതൊക്കെയുള്ള ഒരു കോൺ ഉണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു
സെമി സർക്കിൾ ഉണ്ട്. അതായത് ഒരു സ്തൂപിക ഉണ്ട്, ഒരു വൃത്തസ്തംഭമുണ്ട്, അതേപോലെ തന്നെ ഒരു അർദ്ധ ഗോളമുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു അർദ്ധഗോളവും അതേപോലെ തന്നെ വൃത്ത സ്തൂപികയും തന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ രണ്ട് രൂപത്തിലാണ് ചോദിക്കല്. ഒന്നെങ്കിൽ ഇതിലൊക്കെ വോളിയം. അപ്പൊ വോളിയം നമ്മൾ കാണുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ രൂപങ്ങളുണ്ടോ ആ രൂപങ്ങളുടെ ഒക്കെ വ്യാപ്തങ്ങൾ അല്ലെങ്കിൽ വോളിയംസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഓരോന്നിന്റെയും വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഇതിന്റെ റേഡിയസ് എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളതിന്റെ ഒക്കെ റേഡിയസ് അല്ലെങ്കിൽ ആരമായിട്ട് എടുക്കേണ്ടത്. ഇനി അതേപോലെ ഇനി അത് ചില സമയത്ത് ഇത് പെയിന്റ് അടിക്കാൻ എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ വർണ്ണക്കടലാസിൽ പൊതിയാൻ എന്നൊക്കെ ചോദിക്കും. പെയിന്റ് അടിക്കാൻ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ ഉപരിതല പരപ്പളവല്ല നമ്മൾ കാണേണ്ട വക്ര പരപ്പളവാണ്. അല്ലെങ്കിൽ ആകെ പരപ്പളവ് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, വക്ര പരപ്പളവ്, പാർശ്വ പരപ്പളവ് എന്നുള്ളവ കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യലെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആകെ പരപ്പളവ് കാണും. ഏതിന്റെ ആകെ പരപ്പളവ്? ഗോളത്തിന്റെ അല്ല, നമ്മുടെ ഈ ഒരു വൃത്തസ്തംഭത്തിന്റെ അതേപോലെ തന്നെ വൃത്തസ്തൂപികയുടെ ആകെ പരപ്പളവ് കാണും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇതിന്റെയൊക്കെ വക്ര പരപ്പളവുകൾ അല്ലെങ്കിൽ പാർശ്വ പരപ്പളവുകൾ തമ്മിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ചിത്രങ്ങളിലുള്ള ചോദ്യങ്ങളും എക്സാമിന് സ്ഥിരമായി ചോദിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അർദ്ധഗോളം ഉണ്ട്. ഈ അർദ്ധഗോളത്തിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു വൃത്തസ്തൂപികയാണ് അല്ലെങ്കിൽ ഒരു കോണാണ്. അതിലെ ഹൈറ്റ് എന്ന് പറയും, ഈ കോണിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 12 ആണ്. അതേപോലെ തന്നെ അതിന്റെ സ്ലാന്റ് ഹൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ചെരിവ് ഉയരം എന്ന് പറയുന്നത് 13 ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് എത്ര എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ആരം എത്ര എന്നുള്ളത്. സോ ഇവിടെ ഈ അർദ്ധഗോളത്തിന്റെ അല്ലെങ്കിൽ ഹെമിസ്ഫിയറിന്റെ റേഡിയസും അതേപോലെ തന്നെ കോണിന്റെ റേഡിയസും സെയിം ആണ്. അതായത് അർദ്ധഗോളത്തിന്റെ ആരവും വൃത്തസ്തൂപികയുടെ ആരവും എന്തായിരിക്കും, തുല്യമായിരിക്കും. സോ ഇവിടെ നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കുന്നത്. റേഡിയസ് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു 90 ഡിഗ്രിയാണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പോൾ √13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ നമ്മൾ കാണുന്നു. ദാറ്റ്സ് ഈക്വൽ ടു √169 മൈനസ് 144 ദാറ്റ്സ് ഈക്വൽ ടു √25 ദാറ്റ്സ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് തോന്നുന്നു. സോ റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ താഴേക്ക് ഈ അർദ്ധഗോളത്തിന്റെ ഇതെന്തായിരിക്കും, 5 സെന്റിമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ ആൻഡ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ അല്ലെങ്കിൽ അർദ്ധഗോളത്തിന്റെ വക്രപരപ്പളവും അതേപോലെ തന്നെ കോണിന്റെ വക്രപരപ്പളവ് എത്രയെന്ന. അപ്പോൾ രണ്ടിന്റെയും വക്രപരപ്പളവ് നമ്മൾ കാണുന്നു. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രപരപ്പളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്, രണ്ടിന്റെയും നമുക്ക് കാണണം. ഒന്ന് കോണിന്റേതാണെങ്കിൽ കോണിന്റെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം എന്തായിരുന്നു ഇക്വേഷൻ, എന്തായിരുന്നു കോണിന്റെ വക്രപരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr(L) ആയിരുന്നു. അപ്പൊ π ഇൻറ്റു r എന്ന് പറയുന്നത് 5 ആണ്, L എന്ന് പറഞ്ഞാൽ 13 ആണ്. സോ അതിന്റെ ആൻസർ കിട്ടും. സോ ഇനി അതേപോലെ തന്നെ നമ്മൾ ഹെമിസ്ഫിയറിൻ്റെതാണെങ്കിൽ അല്ലെങ്കിൽ അർദ്ധഗോളത്തിൻ്റെതാണെങ്കിൽ നമ്മൾ ഏതായിരുന്നു ഇക്വേഷൻ 2πr² ആണ്. അപ്പോൾ 2 ഇൻറ്റു π ഇൻറ്റു r എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, 5 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 50π എന്ന് വരും. സോ ആകെ ഉപരിതല പരപ്പളവ് നമ്മളോട് ചോദിക്കും. അപ്പോൾ ആകെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം പൊതിയാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര പേപ്പർ വേണമെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഞാൻ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. രണ്ടിന്റെയും വക്രപരപ്പളവുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇനി അതേപോലെ തന്നെ വോളിയം കണ്ടുപിടിക്കുക. ഈ രൂപത്തിന്റെ വോളിയം നമ്മളോട് കാണാൻ പറയുകയാണെങ്കിലോ ഏതിന്റെ വോളിയം കൂട്ടണം, വോളിയം ഓഫ് കോൺ ഈസ് ഈക്വൽ ടു പ്ലസ് വോളിയം ഓഫ് കോൺ പ്ലസ് ഏതിന്റെ കോണണം, വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് ചെയ്യാം. അപ്പോൾ വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇക്വേഷൻ 1/3 π ഇൻറ്റു r² ഇൻറ്റു h എന്നുള്ളതാണ്. വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 π r³ എന്നുള്ളതാണ്. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ ലഭിക്കും. സോ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്തിലെ ഇക്വേഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.